welcome back to my YouTube channel. Yes, I am here. നമ്മൾ ഇന്ന് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞിട്ട് ബയോകെമിസ്ട്രിയുടെ ഒരു അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് അറിയാം എന്താണ് ഗ്ലൂക്കോസ്, എന്താണ് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന സാധനമാണ് ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അല്ലേ. ഷുഗർസ് ആർ കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് ആർ വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ആനിമൽ ആൻഡ് പ്ലാന്റ്സ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് മെയിൻ ഷുഗർ ഇൻ ദ ബോഡിയാണ്. ദാറ്റ് സെർവ് ആസ് എ ചീഫ് ഫ്യൂവൽ പ്രൊവൈഡിങ് കോൺസ്റ്റൻറ്റ് എനർജി ഫോർ ഓൾ ആക്ടിവിറ്റീസ് ആണല്ലോ. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. യെസ്, ഓക്കെ. ദ ബ്ലഡ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ ഇൻ എ നോർമൽ ഹെൽത്തി ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് നോട്ട് ചെയ്യുക 80 to 120 mg/% ആണ്. എത്രയാണ്? 80 to 120 mg/%. Many hormones such as insulin and glucagon etc. plays key role in the regulation of blood sugar. അത് നിങ്ങൾക്കറിയാം, ഇൻസുലിനും ഗ്ലൂക്കഗോണും ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ എന്താ, ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു, അപ്പോൾ കുറയുന്നതോ അത് ഹൈപ്പോഗ്ലൈസീമിയാണ്. അപ്പോൾ എന്താ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ക്രോണിക് ഡിസീസ് ഡ്യൂ ടു ദ ഡിസോർഡർ ഓഫ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, cause of which is either deficiency of or diminished level of insulin resulting in hyperglycemia and glycosuria. അതായത് ഗ്ലൂക്കോസ് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ ഡയബറ്റിസ് മെലിറ്റസ്? നമ്മൾ പറയുന്നത് ഷുഗറാണ്, എന്താ പഞ്ചസാരയുടെ അളവ് കൂടുതലാണ്, എന്താ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണ്. എന്തുകൊണ്ടായിരിക്കും? അതൊന്നെങ്കിൽ ഇൻസുലിൻ ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടോ ആയിരിക്കും, അതല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസത്തിലുള്ള എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കൊണ്ടാണ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഓക്കെ, ഗ്ലൈക്കോസൂറിയ. എന്താ ഗ്ലൈക്കോസൂറിയ? പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ യൂറിൻ ആണ് ഗ്ലൈക്കോസൂറിയ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഇതൊക്കെ ചോദിക്കുന്നത് ആ ടേമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന 3 ടേം: പോളിയൂറിയ, പോളിഡിപ്സിയ, പോളിഫാജിയ. ഓർത്തിരിക്കുക, പോളിയൂറിയ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ. നമുക്കറിയാം അല്ലേ, പ്രമേഹ രോഗികൾക്ക് അഥവാ ഷുഗർ പേഷ്യൻസിന് എപ്പോഴും ബാത്റൂമിൽ പോകാനുള്ള ഒരു ടെൻഡൻസി വരും. അതായത് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ഉള്ള ആ ഒരു അത് അവർക്ക് അങ്ങനെയാണ് അല്ലേ, അതാണ് പോളിയൂറിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി തേഴ്സ്റ്റ്, ദാഹം കൂടുന്നു, അതാണ് പോളിഡിപ്സിയ. പോളിഫാജിയ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് ഹങ്ങർ ആണ്, ഐ മീൻ വിശപ്പ്. ഈ 3 ടേം ഓർക്കുക, ചോദിക്കാറുണ്ട്. ഗ്ലൈക്കോസൂറിയ ചോദിക്കാറുണ്ട്. ഇനി ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവൽ ഓർത്തിരിക്കണം. നോർമൽ പേഷ്യൻറ്റിന് കുറിച്ച് വെച്ചോ. എത്രയാണ് നോർമൽ പേഷ്യൻറ്റിന്? 80 to 100 നോർമൽ എന്താ പറയുന്നത്, ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ലെവലാണ്. അതായത് നമ്മൾ ഫുഡ് കഴിക്കാതെ നോക്കുന്നത്. നോർമൽ 80 to 100 ആണ്. പ്രീ ഡയബറ്റിക് ആണെങ്കിൽ 100 മുകളിൽ 101 മുതൽ 125 വരെ, ഡയബറ്റിക് ആണെങ്കിൽ 126+ ആയിരിക്കും. ഓക്കെ, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൻ്റെ നോർമൽ ചോദിച്ചാൽ 80 to 120 ആണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ഫാസ്റ്റിംഗ് ബ്ലഡ് നോക്കുന്ന സമയത്ത് 80 to 100 നോർമൽ എന്നും, അതുപോലെ പ്രീ ഡയബറ്റിക് ആണെങ്കിൽ 100 മുകളിൽ 101 മുതൽ 125 വരെയാണ് FBSൻ്റെ റിസൾട്ട് എങ്കിൽ പ്രീ ഡയബറ്റിക് എന്ന് നമ്മൾ പറയും. അതുപോലെ 126 മുകളിലാണെങ്കിൽ അത് എന്തായിരിക്കും? ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി നമ്മുടെ ഡയബറ്റിസ് മെലിറ്റസിന് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, 2 ടൈപ്സ് ഓഫ് ഡയബറ്റിസ് ഉണ്ട്. ഡയബറ്റിസ് 1, ടൈപ്പ് 1 ഡയബറ്റിക് മെലിറ്റസ് നമ്മൾ പറയും അല്ലേ, അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റിസ് എന്ന് പറയും. അതുപോലെ തന്നെ അഡൾട്ട് ഓൺസെറ്റ് ഡയബറ്റിസ് അഥവാ ടൈപ്പ് 2 ഡയബറ്റിസ് ഓർ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ടൈപ്പ് 1 ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റും ടൈപ്പ് 2 എന്ന് പറയുന്നത് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റുമാണ്. ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ അതായത് മൊത്തം ഡയബറ്റിക് പേഷ്യൻസിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 5 to 10% നമുക്ക് എടുക്കാം. അത് ആരാണ്? ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് ആയിരിക്കും അവർക്ക്. എന്താണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് അഥവാ അവർക്ക് ഇൻസുലിൻ തെറാപ്പി എന്ന് പറയുന്നത്, അതായത് ഇൻസുലിൻ എടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഇവർക്ക് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ അബ്സല്യൂട്ട് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ സെക്രേഷൻ ആണ്. അതായത് ഇൻസുലിൻ്റെ സെക്രേഷനേ ഇല്ല, ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അവരുടെ ജീവൻ നിലനിർത്താൻ അവർക്ക് ഇൻസുലിൻ എടുത്തേ പറ്റൂ. ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആണ് ടൈപ്പ് 1, ഓർക്കുക. പിന്നെ ഇതിന് ജുവനൈൽ എന്ന് വിളിക്കുന്നു, കാരണം യങ് ഏജ് തൊട്ട് ഈ ഒരു ഡിസീസ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ബ്രിട്ടിൽ ഡയബറ്റിസ് മെലിറ്റസ് എന്നും കീറ്റോസിസ് പ്രോൺ ഡയബറ്റിസ് മെലിറ്റസ് എന്നൊക്കെ പറയും. DM എന്ന് പറയാം കേട്ടോ എളുപ്പത്തിന്. അപ്പം കീറ്റോസിസ് പ്രോൺ DM എന്നോ അല്ലെ ബ്രിട്ടിൽ DM എന്നോ അല്ലെ ജുവനൈൽ ഓൺസെറ്റ് DM എന്നോ IDDM ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് DM എന്നോ ഒക്കെ പറഞ്ഞാൽ ഏതാണ്? ടൈപ്പ് 1 ആണ്. ഓക്കെ, ബ്രിട്ടിലാണ്, ജുവനൈലാണ്, ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആണ്, പിന്നെന്താ പറഞ്ഞാൽ കീറ്റോസിസ് പ്രോൺ ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞത്? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ അബ്സല്യൂട്ട് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ സെക്രീഷൻ. ഓക്കെ അല്ലേ. സെൽ മീഡിയേറ്റഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റ സെൽസ് ഓഫ് ഏതാണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഇൻ പാൻക്രിയാസ്. അറിയാലോ, പാൻക്രിയാസിലെ ബീറ്റ സെൽസാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സെൽസിനെ അങ്ങ് നശിപ്പിച്ച് കളയും. അതൊരു AID, അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. Cell mediated autoimmune destruction of beta cells of pancreas is responsible for majority of cases of type 1 DM, immune mediated type 1 DM എന്ന് പറയും. അതുകൊണ്ട് leading to inability of pancreas to synthesize insulin. അതായത് നമ്മുടെ സ്വന്തം പ്രതിരോധശേഷി തകരാറിലാവുന്ന കാരണം
നമ്മുടെ പാൻക്രിയാസിലുള്ള ബീറ്റ സെൽസിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാണ്ടായി പോകും. കാരണം ആ കോശങ്ങളൊക്കെ സ്വന്തം നമ്മുടെ തന്നെ പ്രതിരോധ ശേഷി, അതല്ലേ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്, നശിപ്പിച്ച് കളയും. അപ്പോൾ അത് കാരണം ആണ് ഇത് സംഭവിക്കുന്നത്. The disease has strong association with HLA-DR3 and HLA-DR4. DR3 DR4 അതായത് ഓർത്തിരിക്കണം, DR3 DR4 എന്നൊക്കെ ഉള്ളത്. HLA എന്തായിരുന്നു, അത് ജീൻസാണ്. അതായത് നമ്മുടെ ഈ ജീൻസൊക്കെ അവിടെ എന്താ പറയുക തകരാറിലാവുന്നത് കൊണ്ടാണ്, അതായത് നമ്മുടെ ജീൻ സംവിധാനം തകരാറിലായിട്ട് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ കോശങ്ങൾ നമ്മുടെ സ്വന്തമാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ഏത് കോശം, പാൻക്രിയാസിൽ ഈ ബീറ്റ സെൽസൊക്കെ ഉണ്ടല്ലോ, അവിടെ അത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സെൽസൊക്കെ നശിപ്പിക്കപ്പെട്ടു പോകുന്നു. ഓക്കെ, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായിട്ടുള്ള വരുന്ന ജീനാണ് HLA-DR3 ആൻഡ് DR4 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ടൈപ്പ് 1 മെയിനായിട്ടും ഇങ്ങനത്തെ എന്താ പറയുക ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കൊണ്ടാണ് അതിൻ്റെ ആ ഒരു ഇൻസുലിൻ്റെ സെക്രീഷൻ തന്നെ ഇല്ലാണ്ടായി പോകുന്നത്. സോ അത് ഇൻസുലിൻ എടുത്തേ പറ്റൂ. അവർക്ക് ജുവനൈൽ സ്റ്റേജിൽ തന്നെ ഇത് കാണാൻ പറ്റും. അപ്പം ഇവരുടെ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ് മെലിറ്റസ് ആണ്. ഓക്കെ അല്ലേ. ഇനി ടൈപ്പ് 2 എന്ന് പറയുമ്പോഴത്തേക്ക് this is the most common form of diabetes mellitus, comprising about 90 to 95% of all patients of diabetes mellitus. ബാക്കിയുള്ള 90 to 95 ഏതാണ്? ഈ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ദിസ് വാസ് പ്രീവിയസ്ലി കാൾഡ് ആസ് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് വെച്ചാൽ ഇത് ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് അല്ല. ടൈപ്പ് 2 നോട്ട് ചെയ്തേക്കുക. മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. കാരണം ഇത് ഒരു അഡൾട്ട് ലൈഫിൽ വരുന്നതാണ് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഇതിനെ സ്റ്റേബിൾ DM എന്നും അതുപോലെ കീറ്റോസിസ് റെസിസ്റ്റൻറ്റ് DM എന്നും പറയും. കീറ്റോസിസ് റെസിസ്റ്റൻറ്റ് DM എന്നോ സ്റ്റേബിൾ DM എന്നോ അല്ലെങ്കിൽ അഡൾട്ട് ആ ഒരു എന്താ പറയുക മെച്യൂരിറ്റി ഓൺസെറ്റ് DM എന്നോ ഒക്കെ പറയുന്നതാണ് ഈ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻസുലിൻ റെസിസ്റ്റൻസ് അലോങ് വിത്ത് റിലേറ്റീവ് ഡെഫിഷ്യൻസി ഓഫ് ഇൻസുലിൻ സെക്രീഷൻ. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇവിടെ ടൈപ്പ് 2ൽ, അതായത് ഇൻസുലിൻ ഒന്നും ഉപയോഗിക്കാൻ പറ്റണില്ല ശരീരത്തിന്. ഓക്കെ, ഇൻഅഡിക്വേറ്റ് ഇൻസുലിൻ സെക്രട്ടറി റെസ്പോൺസ് ടു ഓവർകം പെരിഫറൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്. ടൈപ്പ് 2 DM ഈസ് നോട്ട് HLA ലിങ്ക്ഡ് ആൻഡ് there is no role of autoimmunity in its pathogenesis. അതായത് ഇവിടെ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. നമുക്ക് എന്താ പറയുക HLA ജീൻസ് ലിങ്ക്ഡ് ഒന്നും അല്ല ടൈപ്പ് 2 എന്ന് പറയുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റണില്ല, ഇൻസുലിൻ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, മറ്റെന്തോ തകരാറാണ് അല്ലേ. ഇറ്റ് ഈസ് മോർ കോമൺ ഇൻ സർട്ടൻ റേഷ്യൽ ഗ്രൂപ്പ് ലൈക്ക് സൗത്ത് ഏഷ്യൻസ് ആൻഡ് ആഫ്രിക്കൻസ്. Okay, rising trend of type 2 DM is due to increasing tendency towards obesity in urban population coupled with a high caloric diet. അതായത് എന്താ പറയുന്നത് ഒബേസിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് ഈ ടൈപ്പ് 2 DM പേഷ്യൻസിൽ. കാര്യമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ടൈപ്പ് 2 DM എന്ന് പറയുന്നത് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം അവർക്ക് ഇൻസുലിൻ ഒന്നും എടുക്കണ്ട, ഇൻസുലിൻ അവിടെയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാനേ പറ്റണില്ല, പിന്നെ എടുത്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ നോൺ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആണ്. മെച്യൂരിറ്റി ഓൺസെറ്റ് എന്ന് പറയും, കാരണം അഡൾട്ട് ലൈഫ് സ്റ്റേജിലാണ് വരുന്നത്. സ്റ്റേബിൾ DM എന്നും പറയും, കീറ്റോസിസ് റെസിസ്റ്റൻറ്റ് DM എന്ന് പറയും. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസിനും 90 to 95% കേസസിലും എന്താണ് ഇത് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ. ദെൻ ഇഡിയോപ്പതിക് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റം കൂടിയുണ്ട്. യെസ്, ഓക്കെ, യാ ഇഡിയോപ്പതിക് ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഞാൻ പറയുന്നത് കേട്ടിട്ട് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഇഡിയോപ്പതിക് ഡയബറ്റിസ് മെലിറ്റസ് നോട്ട് ചെയ്താൽ മീൻസ് നോട്ട് ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ ജസ്റ്റ് അതിലുള്ളതിനൊക്കെ കൂടുതൽ എക്സ്ട്രാ പോയിന്റ് ഉള്ളതും കൂടെ അങ്ങ് പറയുന്നതേ ഉള്ളൂ. ഇഡിയോപ്പതിക് DM എന്ന് പറയുമ്പോഴത്തേക്ക് സം കേസസ് ഓഫ് ടൈപ്പ് 1 DM ഡു നോട്ട് ഹാവ് എനി നോൺ എത്തിയോളജി ഓർ എവിഡൻസ് ഓഫ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. These individuals are of Asian or African origin and their disease is strongly inherited. This form of type 1 diabetes mellitus is called as idiopathic DM. അതായത് ഇഡിയോപ്പതിക് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് 1 ആണ്. നമ്മൾ പറഞ്ഞില്ലേ ടൈപ്പ് 1ൽ HLA ജീൻസ് ഒക്കെ റിലേറ്റ് ചെയ്ത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. സോ ബീറ്റാ സെൽസ് നശിപ്പിച്ച് കളയുന്നു അങ്ങനെ. പക്ഷേ ഈ ഇഡിയോപ്പതിക് DMൽ അവർ എത്തിയോളജി അറിയില്ല, അതായത് എന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് അറിയില്ല, എന്താണ് അവരുടെ ഓട്ടോ ഇമ്മ്യൂണിറ്റിയുടെ കാരണം എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. അത്തരം ഏഷ്യൻസും ആഫ്രിക്കൻസും ആയിരിക്കും, അത് മാത്രം അറിയാം. ഓക്കെ, അപ്പോൾ അത്തരം ആൾക്കാരാണ് ഇഡിയോപ്പതിക് DM എന്ന് പറയുന്നത്. അതായത് എന്താ പറഞ്ഞത്, സം കേസസ് ഓഫ് ടൈപ്പ് 1 DM do not have any known etiologies or evidence of autoimmunity. Okay, these individuals are of Asian or African origin and their disease is strongly inherited. This form of type 1 DM is called as idiopathic DM എന്ന് പറയും. Okay, sorry, yeah, gestational diabetes mellitus ഉണ്ട്. ഇനി GDM എന്ന് നമ്മൾ പറയും. അതെന്താണെന്ന് അറിയാമോ? ദിസ് റെഫേഴ്സ് ടു ദ ഓൺസെറ്റ് ഓൺ or first recognition of glucose intolerance during pregnancy. പ്രഗ്നൻസിയിൽ വരുന്നത്. ഓക്കെ,
GDM occurs in 2 to 3% of all pregnant women. ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എന്താണ് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഹൈ ബർത്ത് വെയ്റ്റ് ഓഫ് ദ ന്യൂ ബോൺ, കാർഡിയാക് ഡിഫക്റ്റ്, പോളി ഹൈഡ്രാംനിയോസിസ്, അങ്ങനെ കുറേ എന്താ പറയുക ഈ പ്രഗ്നൻറ്റ് വുമണിൽ വരുന്നതാണ് ജെസ്റ്റേഷണൽ ഡയബറ്റിക് മെൽറ്റസ് എന്നുള്ളത് മാത്രം എന്ത് ചെയ്യുക കറക്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അത്രയേ ഉള്ളൂ. നമ്മൾ നോക്കുകയാണെങ്കിൽ long-term complications of diabetes develops gradually. Prolonged high level of blood glucose in the main risk factor which increase complication like disabling or even life threatening ആയിട്ടുള്ള പല കോംപ്ലിക്കേഷനും എന്ത് ഷുഗർ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ന്യൂറോപ്പതി, എന്താണ് നെർവിന് ഡാമേജ്, കിഡ്നി ഡാമേജ്, നെഫ്രോപ്പതി, ഐ ഡാമേജ്, റെറ്റിനോപ്പതി, ഫുഡ് ഡാമേജ്, സ്കിൻ ഡിസീസ്. അത് നിങ്ങൾക്കറിയാം, ഷുഗർ പേഷ്യൻ്റ് ഇല്ലാത്ത അസുഖങ്ങളില്ല അല്ലേ. Blood sugar estimation is done for the diagnosis and management of diabetes. Then previously used method for blood sugar estimation എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാമോ? fall in view മെത്തേഡ് ആയിരുന്നു. fall in view മെത്തേഡ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഓഫ് ഗ്ലൂക്കോസ് ആണ്. സോ ഇറ്റ് മേ നോട്ട് ഗിവ് ട്രൂ വാല്യൂ. അതായത് സാധാരണ നമ്മൾ പറയുന്നത് fall in view, നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന fall in view മെത്തേഡ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുള്ളതായതുകൊണ്ട് അത് എന്ത് ചെയ്യില്ല, നല്ല റിസൾട്ടൊന്നും തരില്ല. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് GOD POD മെത്തേഡ് ആൻഡ് ഹെക്സോകൈനസ് മെത്തേഡ്. ഇതൊക്കെ എൻസൈമാറ്റിക് മെത്തേഡാണ് അല്ലേ. ഏറ്റവും സ്പെസിഫിക് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസ് ഓക്സിഡേസ് മെത്തേഡാണ്. ചോദിച്ചിട്ടുണ്ട്. ഏത് മെത്തേഡാണ്? ഗ്ലൂക്കോസ് ഓക്സിഡേസ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്പെസിഫിക് മെത്തേഡ് ഫോർ ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ഏതാണ്? GOD മീൻസ് ഗ്ലൂക്കോസ് ഓക്സിഡേസ് മെത്തേഡ്. ഓക്കെ. ദെൻ ഹെക്സോകൈനസ് മെത്തേഡ് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാ. ഹെക്സോകൈനസ് അതും നമ്മുടെ ഗ്ലൂക്കോസ് എസ്റ്റിമേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി സാമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെറം അതുപോലെ തന്നെ പ്ലാസ്മ സാമ്പിളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഓർത്തിരിക്കുക. ദെൻ വേരിയസ് ടൈപ്സ് ഓഫ് സാമ്പിൾ പറയുമ്പോഴത്തേക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഓക്കെ, FBS, ബ്ലഡ് സാമ്പിൾ ഈസ് കളക്റ്റഡ് ആഫ്റ്റർ ദ പേഷ്യൻറ്റ് ഫാസ്റ്റ് ഫോർ 12 hours. അത് ഓവർനൈറ്റ്, അതായത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് രാത്രി കിടന്നുറങ്ങുന്നു, രാവിലെ ഒന്നും കഴിക്കാതെ പോയി സാമ്പിൾ എടുക്കുന്നു. അതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ എന്ന് PPBS എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പം നമ്മൾ പോയി ബ്ലഡ് സാമ്പിൾ എടുക്കും. പോസ്റ്റ് പ്രാൻഡിയൽ. റാൻഡം എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പോയി എടുക്കുന്നതാണ് റാൻഡം ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ബ്ലഡ് സാമ്പിൾ നമ്മൾ പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം ചോദിക്കാം. ഫാസ്റ്റിംഗ്, പോസ്റ്റ് പ്രാൻഡിയൽ, റാൻഡം. ഓക്കെ. The plasma separated from blood sample collected in a tube containing sodium fluoride, okay, and potassium oxalate. സോഡിയം ഫ്ലൂറൈഡും പൊട്ടാസ്യം ഓക്സലേറ്റ് മിക്സ്ചർ ഏതാണ്? നമ്മൾ മറ്റേ ആൻറ്റികോയാഗുലൻറ്റിൻ്റെ ട്യൂബ് പറയുന്നത് ഏതാണ്? സോഡിയം ഫ്ലൂറൈഡോ പൊട്ടാസ്യം ഓക്സലേറ്റ് മിക്സ്ചർ വരുന്ന ട്യൂബ് ഏതാണ്? ഓക്കെ. അപ്പം സോഡിയം ഫ്ലൂറൈഡ് പൊട്ടാസ്യം ഓക്സലേറ്റ് മിക്സ്ചർ ഈസ് ആൻ ഐഡിയൽ സാമ്പിൾ ഫോർ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ. ഇവിടെ സോഡിയം ഫ്ലൂറൈഡിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ്? ഗ്ലൈക്കോളിസിസ് പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, ബൈ ഇൻഹിബിറ്റിംഗ് ദ എൻസൈം ഈനോലൈസ്. ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് സിൻസ് സോഡിയം ഫ്ലൂറൈഡ് പ്രിവെൻറ്റ് ദ ലോസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ സാമ്പിൾ ബൈ പ്രിവെൻറ്റിംഗ് ഗ്ലൈക്കോലൈസിസ് ഇൻ RBCs ബൈ ഇൻഹിബിറ്റിംഗ് ദ എൻസൈം ഈനോലൈസ്. ഈനോലൈസിനെ തടഞ്ഞു നിർത്തി ഗ്ലൈക്കോളിസിസിനെ പ്രിവെൻറ്റ് ചെയ്ത് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിനെ അങ്ങനെ തന്നെ എന്ത് ചെയ്യും, നിലനിർത്തും. അതാണ് സോഡിയം ഫ്ലൂറൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഷുഗർ എസ്റ്റിമേഷന് വേണ്ടിയിട്ടുള്ള ട്യൂബ്, ആൻറ്റികോയാഗുലൻ്റ് ട്യൂബ് ഏതാ? അത് കമൻറ്റ് ചെയ്തോ. ഞാൻ കമൻറ്റ് ചെയ്യാൻ പറയത്തേ ഉള്ളൂ, ആരും കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എന്നാലും നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, അറിഞ്ഞു വെച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ഗ്ലൂക്കോമീറ്റർ, ദ ഡിവൈസ് ഫോർ ഡിറ്റർമൈനിങ് ദ അപ്രോക്സിമേറ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ് ആണ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്കറിയാം. അതിൻ്റെ അത് പിന്നെ പറയാനുള്ളത് ഞാൻ വായിച്ചു വിട്ടേക്കാം. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഹോം ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ബൈ പീപ്പിൾ വിത്ത് ഡയബറ്റിസ് മെലിറ്റസ് ഓർ ഹൈപ്പോഗ്ലൈസീമിയ. ദ മീറ്റർ ഡിസ്പ്ലേസ് ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ പിക്ചറിൽ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അതായത് അതിലിങ്ങനെ ഡിസ്പ്ലേ ചെയ്യും എത്രയുണ്ട് എന്നുള്ളത്. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിലാണ് കാണിക്കുക. മോസ്റ്റ് ഓഫ് ദി ഗ്ലൂക്കോമീറ്റർ ആർ ബേസ്ഡ് ഓൺ ദ ഇലക്ട്രോകെമിക്കൽ ടെക്നോളജി ഓർ കളർ റിഫ്ലക്റ്റൻസ് പ്രിൻസിപ്പിൾ. ഓർത്തിരിക്കണേ, കളർ റിഫ്ലക്റ്റൻസ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഓർത്തിരിക്കുക. ഗ്ലൂക്കോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ കളർ റിഫ്ലക്റ്റൻസ് പ്രിൻസിപ്പിൾ, അതുപോലെ ഇലക്ട്രോ കെമിക്കൽ ടെക്നോളജിയാണ്. ഓക്കെ, അത് നിങ്ങൾ ഓർക്കുക. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ദ കപ്പാസിറ്റി ഓഫ് ദ ബോഡി ടു ടോളറേറ്റ് ആൻഡ് എക്സ്ട്രാ ലോഡ് ഓഫ് ഗ്ലൂക്കോസ്. അതാണ് ഗ്ലൂക്കോസ് ടോളറൻസ്. അതായത് നമ്മൾക്ക് കുറച്ച് എക്സ്ട്രാ ഗ്ലൂക്കോസ് അങ്ങോട്ട് കൊടുത്താൽ താങ്ങാൻ പറ്റുമോ നമ്മുടെ ബോഡിക്ക്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആഫ്റ്റർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്, ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 70 to 110 അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ 80 to 100 എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 70 to 110 mg/% ആണ് എന്തെന്ന് പറയുന്നത് ഫാസ്റ്റിങ്ങിന് ശേഷമുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറയുന്നത്. ദ ഓറൽ GTT ഈസ് യൂസ്ഡ് ഇൻ
ടു ഡയഗ്നോസ് പ്രീ ഡയബറ്റിക്സ് ആൻഡ് ഡയബറ്റിക് കണ്ടീഷൻസ്. ഓക്കെ, നമുക്ക് ഈ GTT കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിലൊക്കെ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റും ചെയ്യാറുണ്ട്. അത് വരുന്നുണ്ട്, നമുക്ക് പറയാം. ഓക്കെ എ ഫാസ്റ്റിംഗ് ബ്ലഡ് സാമ്പിൾ ഈസ് ഡ്രോൺ ആൻഡ് പേഷ്യൻറ്റ് ഈസ് ഗിവൺ എ മെഷർഡ് ഡോസ് ഓഫ് ഗ്ലൂക്കോസ് സൊല്യൂഷൻ 75 gram in 200 to 250 ml വാട്ടർ. ഒന്നുമില്ല, നമ്മൾ വരുന്നു, ഫാസ്റ്റിംഗ് സാമ്പിൾ കളക്ട് ചെയ്യുന്നു, പിന്നെ അവർക്കൊരു 200 അല്ലെങ്കിൽ 250 ml വെള്ളം എടുത്ത് 75 ഗ്രാമാണ് ഓർക്കുക, 75 ഗ്രാം ഗ്ലൂക്കോസും കൂടെ കലക്കി അവരെ കൊണ്ട് കുടിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അരമണിക്കൂർ ഇൻ്റർവെൽ, അതായത് കൊടുത്തു, അരമണിക്കൂർ കഴിഞ്ഞു, ബ്ലഡും യൂറിൻ സാമ്പിളും കളക്ട് ചെയ്തു, വീണ്ടും അരമണിക്കൂർ കഴിയുന്നു, ബ്ലഡും യൂറിൻ സാമ്പിളും കളക്ട് ചെയ്യുന്നു. അങ്ങനെ 2.5 മണിക്കൂർ നേരത്തേക്ക് അവരുടെ ബ്ലഡും യൂറിൻ സാമ്പിളും ഒക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. ഓക്കെ, നോർമലായിട്ടൊരാൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബോഡിക്ക് കൊടുത്ത എക്സ്ട്രാ ഗ്ലൂക്കോസ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് സാമ്പിൾ എടുക്കുമ്പോൾ നോർമൽ ലെവലായിരിക്കും. പിന്നെ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ എടുക്കുമല്ലോ, അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുക്കുന്ന സാമ്പിളിലായിരിക്കും ഒരു മാക്സിമം വാല്യൂ വരുന്നത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, കുറയും, നോർമലിലോട്ട് തിരിച്ചു വരും. ഓക്കെ, അവരുടെ യൂറിനിൽ ഷുഗർ ഉണ്ടാവുകയില്ല, കാരണം അവർക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, യൂറിനിലൂടെ പുറത്ത് കളയേണ്ട ആവശ്യമില്ല. ഇനി അതേപോലും ഈ പറഞ്ഞ പോലെ ഗ്ലൂക്കോസ് ടോളറൻസ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തി ഡയബറ്റീസ് ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഗ്ലൂക്കോസ് ഫാസ്റ്റിങ്ങേ പോയിട്ടുണ്ടാവും അല്ലേ. ഡിക്രീസ്ഡ് ടോളറൻസ് ഒബ്റ്റൈൻഡ് ഇൻ ഡയബറ്റീസ് ഷോസ് ഫാസ്റ്റിംഗ് ഷുഗർ എബോവ് നോർമൽ. പീക്ക് വാല്യൂസ് എക്സീഡ്സ് റീനൽ ത്രെഷ്ഹോൾഡ് ലെവൽ ആൻഡ് ഷുഗർ മേ ബി പ്രസൻറ്റ് ഇൻ യൂറിൻ സാമ്പിൾ. അവരുടെ യൂറിൻ സാമ്പിൾ എടുത്താലും എങ്ങനെയായിരിക്കും, അവർക്ക് ഷുഗറുള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഐ മീൻ ഡയബറ്റീസിനോട് എന്താ പറയുക, ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഡയബറ്റിക് ആണ്, അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ടോളറൻസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ദെയർ യൂറിൻ സാമ്പിൾസ് മേ കണ്ടെയ്ൻ ഷുഗർ. ഓക്കെ, അത് ഓർത്തിരിക്കാം. Okay, then glucose challenge test ഉണ്ട്. GCT is done to evaluate the body response of a patient to an immediate increase in the blood sugar value. പെട്ടെന്നൊന്ന് ഷുഗർ വാല്യൂ ഒന്ന് കൂട്ടിക്കൊടുത്താൽ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് അറിയാനാണ് ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ്. ഇവിടെയും എന്ത് ചെയ്യും, ഗ്ലൂക്കോസ് വെള്ളത്തിൽ കലക്കി കൊടുക്കും. ഇവിടെ 50 mg ആണ് എടുക്കുക. ഓക്കെ, ടോളറൻസിൽ 75 ആയിരുന്നു, 75 ആയിരുന്നു, ഇവിടെ 50 ഉള്ളൂ, 50 എടുക്കുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് 1 hour കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, സാമ്പിൾ കളക്ട് ചെയ്യും, ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യും. GCT is done during pregnancy to screen for gestational diabetes. നേരത്തെ നമ്മൾ പറഞ്ഞ gestational diabetes ഉണ്ടോ എന്ന് അറിയാനാണ് ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ. യെസ്, അവിടെ കൊടുത്തേ പോകുന്നുണ്ട്. ലോ HbA1c പിക്ചർ, ഹൈ HbA1c പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിനെ കുറിച്ച് സിമ്പിളായിട്ട് എന്ത് പറയാം, അതായത് ഗ്ലൂക്കോസ്, നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസും അതുപോലെ നമ്മുടെ RBCയും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു സാധനമാണ് ഈ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അതായത് ഹീമോഗ്ലോബിൻ പ്രസൻ്റ് ആയിട്ടുള്ളത് എവിടെയാണ്, നമ്മുടെ RBCയിലല്ലേ. യെസ്, അപ്പോൾ RBCയും ഗ്ലൂക്കോസും തമ്മിൽ മിക്സ് ആയിട്ട് കിട്ടുന്ന, അതായത് ലിങ്ക് ചെയ്ത് വരുന്ന സാധനമാണ് ഈ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഞാൻ വായിച്ചു വിടാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഞാൻ പറഞ്ഞത് കത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ റിഫേഴ്സ് ടു ഹീമോഗ്ലോബിൻ ടു വിച്ച് ഗ്ലൂക്കോസ് ഇസ് അറ്റാച്ച്ഡ് നോൺ എൻസൈമാറ്റിക്കലി ആൻഡ് ഇറിവേഴ്സിബിളി. ഇറ്റ് എമൗണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആൻഡ് ലൈഫ് സ്പാൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. അതായത് നമ്മുടെ ഹീമോഗ്ലോബിനും ഗ്ലൂക്കോസും കൂടെ ചേർന്നിട്ട് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. ഇവിടെ എൻസൈമിൻ്റെ സഹായമൊന്നും വേണ്ട, പക്ഷേ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിനായാൽ അതിൽ നിന്നൊരു തിരിച്ചുപോക്ക് സാധ്യമല്ല, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതായത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. Plasma glucose readily moves across the red cell membrane and is being continuously combined with the hemoglobin during the lifespan of red blood cells. അതായത് 108 ദിവസത്തെ ആയുസ് ഉണ്ട് RBCക്ക്. അപ്പോൾ ഇത് ബ്ലഡിൽ, RBC എന്ന് പറയുമ്പോൾ ബ്ലഡ് ആണല്ലോ, അപ്പോൾ ഈ ബ്ലഡിൽ എന്തുകൊണ്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾസും ഉണ്ട്. അപ്പോൾ നല്ല ഷുഗറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ഗ്ലൂക്കോസ് ഇതിൻ്റെ ക്രോസ് ഇങ്ങനെ പോകുന്ന സമയത്ത് കയറി എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും മീൻസ് എന്താണ്, അത് കമ്പൈൻ ചെയ്യും, കണ്ടിന്യൂസ്ലി കമ്പൈൻഡ് വിത്ത് ഹീമോഗ്ലോബിൻ ഡ്യൂറിങ് ദ ലൈഫ് സ്പാൻ ഓഫ് RBC. ഓക്കെ, ഇതിങ്ങനെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഹീമോഗ്ലോബിനുമായിട്ട്, അതാ ഞാൻ പറഞ്ഞത് RBCക്കകത്താണല്ലോ ഹീമോഗ്ലോബിൻ ഉള്ളത്. അപ്പോൾ RBC ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഗ്ലൂക്കോസ് വഴിയിലെല്ലാം ഉണ്ട്, അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലൂക്കോസിനെ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് നമ്മുടെ RBCയും കൂടെ കയറി കമ്പൈൻ ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, RBC മീൻസ് ഹീമോഗ്ലോബിനിലോട്ടാണ് കേട്ടോ. ഓക്കെ, സം ഹീമോഗ്ലോബിൻ ഇൻ റെഡ് സെൽസ് ഈസ് പ്രസൻറ്റ് നോർമലി ഇൻ ഗ്ലൈക്കേറ്റഡ് ഫോം. Amount of glycated hemoglobin in blood depends on blood glucose concentration and lifespan of red cells. If blood glucose concentration is high, more hemoglobin is glycated. Doubt undo? Illalo. Once formed, glycated hemoglobin is irreversible.
level of glycated hemoglobin is proportional to the average glucose level over preceding 6 to 8 weeks. അതായത് നമ്മുടെ എന്താ പറയുക യെസ് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആ ഒരു 6 to 8 വീക്സ് ആ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനനുസരിച്ചിരിക്കും നമ്മുടെ ഈ ഒരു ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. എത്രത്തോളം ഉണ്ടോ അത്രത്തോളം കയറി ലിങ്ക് ചെയ്യുമെന്ന്. ഓക്കെ, ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ഈസ് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ഹീമോഗ്ലോബിൻ. നോർമലി ലെസ് ദാൻ 5% എന്ന് പറയുന്നത് ഗ്ലൈക്കേറ്റഡ് ആയിരിക്കും. ഓക്കെ, ഹീമോഗ്ലോബിൻ നോർമലായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5%, ഏകദേശം 5%-ൽ താഴെ ഹീമോഗ്ലോബിൻ എന്തായിരിക്കും? ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ആയിരിക്കും. Okay, glycated hemoglobin should be routinely measured in all diabetic patients, both type 1 and type 2, at regular intervals to assess degree of long-term glycemic control. അതായത് നമ്മുടെ RBCയുടെ കാലാവധി എന്ന് പറയുന്നത് തന്നെ 120 ദിവസത്തോളം ഉണ്ട്. അപ്പോൾ ഈ 120 ദിവസം ഇങ്ങനെ ഒഴുകി നടക്കുന്ന RBC എത്രത്തോളം ഗ്ലൂക്കോസിനെ ആ ഒരു ടൈമിനുള്ളിൽ മീറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് അത് ഗ്ലൈക്കേറ്റഡ് ആയിരിക്കും. അപ്പം നമ്മൾ HbA1c അതായത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ആ പേഷ്യൻറ്റിന് ഷുഗർ ഉണ്ടെന്ന് അർത്ഥം. അതായത് ഏകദേശം ഒരു 3 മാസത്തോളം ഉള്ള ഷുഗറിൻ്റെ ചരിത്രം നമുക്ക് HbA1c ടെസ്റ്റ് വഴി അറിയാൻ പറ്റും. അത്രയും ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. ഒന്നും കൂടി മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഈ പിക്ചറിലുള്ളതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. Okay, apart from mean glycemia, അതായത് over preceding 120 days, glycated hemoglobin level also correlates with the risk of the development of chronic complications of DM. In DM means diabetes mellitus. It is recommended to maintain glycated hemoglobin level to less than 7%. If glycated hemoglobin is less than 7%, it should be measured every 6 months. അതായത് 7% ആയിരിക്കണം കോമൺ ആയിട്ട് എന്തെന്ന് പറയുന്നത് ഈ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. 7%-ൽ കുറവാണെന്നുണ്ടെങ്കിൽ ഓരോ 6 മാസം കൂടുമ്പോഴും നമ്മളിത് ചെക്ക് ചെയ്യണം. ഇനി 8%-ലും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് എല്ലാ 3 മാസം കൂടുമ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. Hemoglobin inside erythrocyte undergoes a non-enzymatic chemical reaction with glucose. HbA1c concentration has been suggested as a reliable measure of the degree of metabolic control in diabetic patients. Just എന്ത് ചെയ്യുക ഓർത്തിരുന്നാൽ മതി. It provides an assessment of average blood sugar control over the last 3 months. Normal range for the HbA1c test in people without diabetes എന്ന് പറയുന്നത് between 4 and 5.6% ആയിരിക്കും. നോർമൽ റേഞ്ച് ഫോർ HbA1c ടെസ്റ്റ് ഇൻ പീപ്പിൾ വിത്തൗട്ട് ഡയബറ്റീസ് എന്ന് പറയുന്നത് 4 and between 4% and 5.6% ആണ്. HbA1c level between 5.7% and 6.4% indicate increased risk of diabetes. HbA1c level 6.5% or higher indicate diabetes. Some common HbA1c test ആണ് chromatographic method, latex immune assay or enzymatic assay എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുമില്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് HbA1c-യെക്കുറിച്ച് ഇത് ഈ ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തേപ്പോൾ ഉണ്ട്. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. പക്ഷേ കുറച്ച് എൻ്റെ നിന്നുള്ള കുറച്ച് അഡീഷണൽ പോയിൻറ്റും കൂടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഒന്നുമില്ല, സിമ്പിളായിട്ട് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ HbA1c-യെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് അങ്ങനെ ഉണ്ടല്ലോ, ആ ഗ്ലൂക്കോസ് മോളിക്യൂൾസും RBCയും കൂടെ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. RBCക്കകത്തുള്ള ഹീമോഗ്ലോബിനും ഗ്ലൂക്കോസും കൂടെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ആ പിക്ചറിൽ കാണുന്ന പോലെ അങ്ങനെ ഓർത്തിരിക്കുക. അതാണ് എന്തെന്ന് പറയുന്നത് HbA1c എന്ന് പറയുന്നത്. ഇത് ഈ ഒരു RBCൻ്റെ ലൈഫ് സ്പാൻ 120 days ആയതുകൊണ്ട് തന്നെ അത്രയും ദിവസം ഇത് കോൺടാക്റ്റ് വരുന്ന ഗ്ലൂക്കോസ് മോളിക്യൂളുമായിട്ട് എങ്ങനെയായിരിക്കും അറ്റാച്ച് ചെയ്യുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഏകദേശം ഒരു 3 മാസത്തോളമുള്ള നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, എന്നിട്ട് അവർ കുറേ കണക്കൊക്കെ പറഞ്ഞില്ലേ, അത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. യെസ്, എന്താണ് ഞാൻ പറഞ്ഞത്? 7% ആണ് നോർമലി പറയാറ്. 7%-ലും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഒരു 6 മാസം കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അതിലും കൂടുതലാണെന്നുണ്ട് HbA1c ലെവൽ 7% കൂടുതലാണ്, 8-നും മുകളിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഫ്രീക്വൻ്റ് ആയിട്ട് 3 മാസം കൂടുമ്പോൾ തന്നെ പിന്നെയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് പ്രമേഹ രോഗിയാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അർത്ഥം. കാരണം ഒരു 3 മാസം കഴിഞ്ഞ ഒരു 3 മാസത്തെ ഗ്ലൂക്കോസിൻ്റെ അളവ് നമുക്ക് ഈ ഒരു ഒറ്റ ടെസ്റ്റിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ കണക്കനുസരിച്ച് നമ്മൾ പ്രമേഹത്തിലോട്ടാണോ അല്ലയോ എന്നുള്ളത് പറയാൻ പറ്റും. പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് കുറേ കണക്കാണ് അല്ലേ, അത് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ ഒന്നുകൂടി പറയാം. നോർമൽ റേഞ്ച് ഫോർ HbA1c ടെസ്റ്റ് ഇൻ പീപ്പിൾ വിത്തൗട്ട് ഡയബറ്റീസ്, അതായത് ഡയബറ്റീസ് ഇല്ലാത്ത പേഷ്യൻറ്റിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് between 4 and 5.6% ആയിരിക്കും.
ഇനി ഇൻക്രീസ്ഡ് റിസ്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 5.7 to 6.4% ഇടയ്ക്കെന്നാണ് പറയുന്നത്. അതായത് HbA1c ലെവൽസ് ബിറ്റ്വീൻ 5.7% ആൻഡ് 6.4% ഇൻഡിക്കേറ്റ് ഇൻക്രീസ്ഡ് റിസ്ക് ഫോർ ഡയബറ്റീസ്. അതുപോലെ തന്നെ 6.5% ഒരു ഹയർ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡയബറ്റീസ് ആണ്. ഓക്കെ അല്ലേ? ഇപ്പം നോർമൽ 4 to 5.6, 5.6 to 6.4 എന്ന് പറഞ്ഞാൽ ചാൻസ് ഉണ്ട് ഡയബറ്റിക് ആവാനുള്ളത്. പിന്നെ 6.5 മുകളിലാണെങ്കിൽ ഉറപ്പിച്ചു ഡയബറ്റിക് ആണ്. അത്ര ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. പ്രധാനപ്പെട്ട മെത്തേഡ് ഏതൊക്കെയാണ്? ക്രോമറ്റോഗ്രാഫിക് മെത്തേഡ്, ലാറ്റക്സ് ഇമ്മ്യൂണോഅസേ ഓർ എൻസൈമാറ്റിക് അസേ. ലാറ്റക്സ് ഇമ്മ്യൂണോഅസേ മെത്തേഡ് ഓർ എൻസൈമാറ്റിക് മെത്തേഡ്. ക്രോമറ്റോഗ്രാഫിക് മെത്തേഡ്, ലാറ്റക്സ് ഇമ്മ്യൂണോഅസേ ഓർ എൻസൈമാറ്റിക് അസേ. ഇത്രയുമാണ് ഇതിൻ്റെ മെത്തേഡ്. ഓർത്തിരിക്കാം. സോ ഇവിടം വരെ മതിയല്ലോ. ഇപ്പോൾ തന്നെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ടുണ്ടോ? എനിക്കറിയില്ല. എനിവേ ഇത്രയേ ഉള്ളൂ HbA1c ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. താങ്ക് യു.